ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ നടി വിൻസി നൽകിയ പരാതി ഒത്തുതീർപ്പിലേക്ക്. പരാതിയില്ലെന്നും തനിക്കുണ്ടായ ബുദ്ധിമുട്ടാണ് പറഞ്ഞതെന്നും വിൻസി വ്യക്തമാക്കി. ഷൈൻ ടോം ചാക്കോ ഖേദം പ്രകടിപ്പിച്ചതോടെ ഇരുവരും കൈകൊടുത്തു പിരിഞ്ഞു. സിനിമയുമായി സഹകരിക്കുമെന്ന് ഷൈനും വിൻസിയും പറഞ്ഞു. IC റിപ്പോർട്ട് ഉടൻ കൈമാറും. അലി അക്ബർ ഷാ നൽകും വിശദാംശങ്ങൾ. അലി, വിൻസി തുടക്കത്തിൽ ഈ ഒരു പരാതി തൻ്റെ ഒരു ലൈവിലൂടെ ഇങ്ങനെ പറയുമ്പോൾ തന്നെ വിൻസി സിനിമയ്ക്ക് എന്തെങ്കിലും സംഭവിക്കുമോ, ഇത് സിനിമയെ ബാധിക്കുമോ എന്നുള്ള കാര്യം അവർ എടുത്തെടുത്ത് പറയുന്നുണ്ടായിരുന്നു. തീർച്ചയായും അവരെ സംബന്ധിച്ചൊരു ആശങ്ക തന്നെയാണത്. സിനിമാ മേഖലയെ ഇത് വലിയ രീതിയിൽ ബാധിക്കുമോ, തനിക്ക് സിനിമകൾ ഇല്ലാതാകുമോ എന്നുള്ളതൊക്കെ തീർച്ചയായും മുൻകാല അനുഭവങ്ങൾ വെച്ചാണ് ഒരു യുവ നടിക്ക് അങ്ങനെ ആശങ്കപ്പെടേണ്ടി വരിക. അത് ഇവിടെയുള്ള ഒരു യാഥാർത്ഥ്യമാണ്. ഇതിനു മുൻപ് പരാതിപ്പെട്ടവരൊക്കെ ഇങ്ങനെ ഒരു കഥാപാത്രങ്ങളും ലഭിക്കാതെ സിനിമയ്ക്കകത്ത് റോളും ഇല്ലാതെ ഇരിക്കുന്നത് നമ്മൾ കാണുന്നതാണ്. അത് വിടാം, ആ വിഷയത്തിൽ അല്ല. ഇപ്പോൾ ഇത് നിലവിൽ ഇവർ കൈകൊടുത്ത് പിരിഞ്ഞാൽ തീരുന്നതല്ലല്ലോ യഥാർത്ഥത്തിൽ ഈ പ്രശ്നം. ഇത് നിയമ സംവിധാനത്തിന് മുന്നിൽ ഇത് കേസായി തന്നെ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഷൈൻ ടോം ചാക്കോ എന്താണ് പറഞ്ഞത് യഥാർത്ഥത്തിൽ? അത് വിൻസിക്ക് ബോധ്യപ്പെട്ടോ? റോഷ്നി, ഇന്നലെയാണ് ഈ സൂത്രവാക്യം സിനിമയുടെ ICCയുടെ ഒരു സിറ്റിംഗ് നടക്കുന്നത്. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ ആസ്ഥാനത്താണ് ഇത്തരത്തിൽ സിറ്റിംഗ് നടക്കുന്നത്. 3 മണിക്കൂറോളം നീണ്ട സിറ്റിംഗ് ആയിരുന്നു. ഈ 3 മണിക്കൂറിനിടയ്ക്ക് ഷൈൻ ടോം ചാക്കോയും വിൻസി അലോഷ്യസും വിശദമായ മൊഴി തന്നെ ICCക്ക് മുന്നിൽ നൽകുന്ന സാഹചര്യം ഉണ്ടായി. വിൻസി അലോഷ്യസ് തനിക്ക് സിനിമാ സെറ്റിൽ നിന്നും നേരിടേണ്ടി വന്ന ദുരനുഭവം വ്യക്തമാക്കിയപ്പോൾ ഷൈൻ ടോം ചാക്കോ ഈ തെറ്റുകൾ സംഭവിച്ചുവെന്ന് സമ്മതിക്കുകയും ഖേദപ്രകടനം നടത്തുകയും ചെയ്തു എന്നാണ് ഇവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇതിന്റെ അടിസ്ഥാനത്തിൽ പ്രശ്നം ICCക്ക് മുന്നിൽ തന്നെ പരിഹരിക്കപ്പെട്ടു. ഇരുവരും കൈകൊടുത്തു പിരിഞ്ഞു. ഇനി ഇത്തരത്തിലൊരു രീതിയിലുള്ള പെരുമാറ്റം തന്റെ ഭാഗത്തുനിന്നും ഭാവിയിൽ ഉണ്ടാകില്ല എന്ന് ഷൈൻ ടോം ചാക്കോ ഉറപ്പ് നൽകിയെന്നുമാണ് ഈ ICCക്ക് മുന്നിൽ സംഭവിച്ച കാര്യം എന്ന് പറയുന്നത്. മറ്റൊരു പ്രധാന കാര്യം, വിൻസി അലോഷ്യസ് തുടക്കം മുതൽ തന്നെ ഈ വിഷയം ഉയർത്തി വന്ന ഘട്ടത്തിൽ മുതൽ തന്നെ അവർ ആവർത്തിക്കുന്നത് നിയമ നടപടിക്ക് താൻ ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് സംഘടനാ തലത്തിലുള്ള ഒരു നടപടി മാത്രമാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട്. പക്ഷേ പരാതിക്കാർ തന്നെ ICCക്ക് മുന്നിൽ ഈ പ്രശ്നം പരിഹരിച്ച ഘട്ടത്തിൽ ഇനി സംഘടനാ തലത്തിലുള്ള ഒരു നടപടിയിലേക്കും പോവുകയില്ല എന്ന കാര്യവും വ്യക്തമാണ്. റോഷ്നി ചോദിച്ചതുപോലെ നിയമപരമായ ഒരു നടപടി ഈ കാര്യത്തിൽ ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ അതിന് വിൻസി അലോഷ്യസ് പരാതി നൽകാൻ തയ്യാറാകണം. അവർ പരാതി നൽകാൻ തയ്യാറല്ലെന്ന് അവർ നേരത്തെ തന്നെ വ്യക്തമാക്കുകയും ചെയ്തു. അതുകൊണ്ട് ആ കാര്യത്തിൽ ഇനി ഒരു മുന്നോട്ട് പോക്ക് ഉണ്ടാവില്ല എന്ന കാര്യം വ്യക്തമാണ്. ഇന്നലെ ഈ ഫിലിം ചേംബറിന്റെ മോണിറ്ററിംഗ് കമ്മിറ്റി യോഗം ചേർന്നിരുന്നു. ഈ വിഷയം ചർച്ച ചെയ്യാനായിരുന്നു